പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരെ നമ്മൾ ഗുരുവായൂരിലെ മമ്മിയൂരിലേക്കാണ് പോകുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നടക്കുകയാണ്. അതായത് അയ്യപ്പ വിളക്കിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിനകത്ത് ഒരു മുസ്ലിം പള്ളി നിർമ്മിച്ചിരിക്കുകയാണ്. വാവരുടെ പേരിലാണ് ഈ പള്ളി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. താൽക്കാലികമായി ഒരു അലങ്കാരം എന്ന നിലയിൽ നിർമ്മിച്ച പള്ളിയാണെങ്കിലും അത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് എന്തിന് ഇത്തരത്തിലൊരു അലങ്കാര നിർമ്മാണം ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള വലിയ ചോദ്യം അവിടെ ഉയരുന്നു. സാനു കെ സജീവ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സാനു, ഈ അയ്യപ്പ വിളക്കിൻ്റെ ഭാഗമായി ഈ വാവർക്ക് വേണ്ടി നിർമ്മിച്ചു എന്ന നിലയിലാണ് ഈ പള്ളിയുടെ ഒരു നിർമ്മാണം അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ രൂപപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് മമ്മിയൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകതയും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലയിലും അതീവ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഇവിടെ അയ്യപ്പൻ വിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വാവർ നട എന്നുള്ള രീതിയിൽ താൽക്കാലികമായിട്ട് ഈ വാഴപ്പോളകൾ കൊണ്ടുവച്ച്, അതായത് ഈ വാഴയുടെ ഭാഗമായിട്ടുള്ള പോളകളൊക്കെ കൊണ്ടുവച്ച് അവരുടെ പിണ്ടിയൊക്കെ വെച്ച് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ഷേത്രത്തിന് സമാനമായിട്ടൊരു സംവിധാനമാണ് ഈ വാവർ പള്ളി. അതായത് ഈ അയ്യപ്പൻ വിളക്ക് നടക്കുന്ന ദിവസം 3 കോലങ്ങളാണ് അവിടെ തുള്ളാറുള്ളത്. അത് അയ്യപ്പന്റെയും അതേപോലെ ദേവിയുടെയും ഒപ്പം തന്നെ വാവരുടെയും കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങിന്റെ ഭാഗം കൂടിയാണിത്. ഇപ്പോൾ ഇത് വിവാദമാവാനുള്ള പ്രധാന കാരണം 3 ക്ഷേത്രങ്ങളാണ് താൽക്കാലികമായിട്ട് ഇത്തരം വാഴപ്പോള കൊണ്ട് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അയ്യപ്പന്റെയും ഉണ്ട്, ഒപ്പം തന്നെ ദേവിയുടെയും വാവരുടെയും ഉണ്ട്. എന്നാൽ വാവരുടെ ക്ഷേത്രത്തിന് അതീവ പ്രാധാന്യം നൽകി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവാദം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഒരു നിമിഷം ഒന്ന് തുടരൂ. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ശശികല ടീച്ചർ, ഇത് മമ്മിയൂരിലെ ക്ഷേത്രത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും ഈ അയ്യപ്പ വിളക്ക് എന്ന നിലയിൽ ഈ രീതിയിൽ പള്ളിയുടെ മോഡലിലുള്ള ചില നിർമ്മാണങ്ങൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിൻ്റെ തൊട്ടടുത്തൊക്കെ നിർമ്മിച്ചു വെക്കുക, അത് വാവർക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന നിലയിലുള്ള ചില ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ഇത് എത്രത്തോളം ഗുണകരമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ടീച്ചർ? ഇവിടെ മലബാർ മേഖലയിൽ ഈ അയ്യപ്പൻ വിളക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ വള്ളുവനാടൻ മേഖലയിലാണ് ഒട്ടുമിക്ക അയ്യപ്പൻ വിളക്ക് സംഘങ്ങളും ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇവിടെ വീടുകളിലായിരുന്നു അധികം അയ്യപ്പൻ വിളക്ക് നടന്നിരുന്നത്. നമുക്ക് വീടുകളിൽ വഴിപാടായിട്ടാണ് കാണിപ്പാട്ട് മുതൽക്ക് കാൽവിളക്ക്, അരവിളക്ക്, ഒരു വിളക്ക് എന്നൊന്നും വീടുകളിലാണ് അധികം അയ്യപ്പൻ വിളക്ക് നടന്നിരുന്നത്. അത് പിന്നീട് സമൂഹം ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് മാറി. ഇപ്പൊ വീടുകളിൽ വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ. ക്ഷേത്രങ്ങളിലാണ് വലിയ തോതിൽ അത് വളരെ ഒരു ജനകീയ ഉത്സവമായി സമാജം മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന നല്ല ജനകീയ പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന, ഭക്തജന പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന വലിയ പരിപാടികളാണ് എല്ലാ സ്ഥലത്തും. നൂറുകണക്കിന് അമ്മമാര് ആരും പരപ്രേരണ കൂടാതെ തന്നെ നൂറുകണക്കിന് അമ്മമാര് താലമെടുക്കാൻ, അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അവരതിന് വരുന്നു. പ്രായമായവർ വരെ അതിൽ ചെന്ന്, കാരണം ശരിക്കും ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തവർ വരെ അതിൽ അവിടെ പങ്കെടുക്കുമ്പോൾ അവർക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്ന വിധത്തിലാണ് പോകുന്നത്. അപ്പൊ തികച്ചും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് അയ്യപ്പൻ വിളക്ക് നടക്കുന്നത്. ഇത് മുൻപും ഈ വാവരുടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നു. കാരണം അയ്യപ്പൻ വിളക്കിന് വാവരുടെ എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതിലൊരു പള്ളിയുടെ ചെറിയ ഛായ കൊടുക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ അമ്പലവുമായി അമ്പലത്തിന്റെ ഘടനയിൽ നിന്ന് വിട്ടുകൊണ്ട് മുകളിൽ മീനാരമാണെന്ന് തോന്നുന്ന വിധത്തിൽ ഈ വാഴമ്പോള കൊണ്ട് ചെറിയൊരു രൂപത്തിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം തൊട്ടും ചെയ്യാറുണ്ട്. വാവരുടെ വെട്ടും തടവും പതിവുണ്ട്. വാവരുടേതെന്ന് പറഞ്ഞൊരു പത്തിരി എന്ന് പറഞ്ഞൊരു പ്രസാദം, ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തും പതിവുണ്ട്. അത് പിന്നെ നമുക്ക് വാവരാണോ വാപുരനാണോ എന്നുള്ള അതൊക്കെ അറിവ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു അയ്യപ്പനും വാവരുമായി ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് വരില്ല എന്നറിയുമ്പോഴും ഇത് വലിയൊരു തലത്തിലേക്ക് കിടക്കാത്തതുകൊണ്ട്, ഒരു ഗൗരവമായ വിധത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാവരും ആസ്വദിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ കാലം കഴിഞ്ഞപ്പോ മതേതരത്വത്തിന്റെ ശല്യം വല്ലാതെ കൂടിയത് കൊണ്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, വിളക്ക് സംഘങ്ങൾ പരിധി വിടുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒട്ടുമിക്ക വിളക്ക് സംഘങ്ങളും അവരുടെ പരിധി വിടുന്നു. ഇതൊരു പക്ഷെ സംഘാടകരുടെ താല്പര്യം പോലുമല്ല. ഇത് വിളക്ക് സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള ഇതിന് ഞാൻ കുറച്ച് കടന്നു തന്നെ പറയട്ടെ, ഇത് കുറച്ച് തെമ്മാടിത്തരം എന്ന് തന്നെ പറയട്ടെ, ക്ഷേത്ര നടയിൽ ഇത് ചെയ്യുന്നത്. കാരണം പല വിളക്ക് സംഘങ്ങളും ഇത് ചെയ്തവരുമായിട്ട് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്താലാണ് കൂടുതൽ ആളുകൾ വിളിക്കുക എന്നൊരു അബദ്ധ ധാരണ ഇവരുടെ കയ്യിൽ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പന് സമർപ്പിക്കുന്ന ക്ഷേത്രത്തെക്കാൾ വളരെ വലുതായി വാവരുടേതെന്ന് പറയുന്നത് അത് പള്ളിയായി തന്നെ കെട്ടുക, അത് ആകെ പച്ച നിറം അടിച്ചുകൊണ്ട് പച്ച ലൈറ്റൊക്കെ വെച്ച് നമ്മളെ മമ്മിയൂർ പള്ളി നമ്മൾ കണ്ടു എന്ന് ആലോചിച്ചു. അതിന്റെ പിന്നിൽ അയ്യപ്പന് കെട്ടിയ ക്ഷേത്രമുണ്ട്. അത് ഇതിന്റെ നിഴല് പോലെയാണ് നിൽക്കുന്നത്. ഇത് എവിടെ? മമ്മിയൂരപ്പന്റെ തിരുസന്നിധിയിലാണ് ഈ ചെയ്തിരിക്കുന്നത്, നല്ല പച്ച നിറത്തിൽ.
അപ്പൊ അവർക്ക് അതിനുള്ള അഹങ്കാരം എവിടുന്നായി കിട്ടുന്നത്? ആ നേരെ മറിച്ച് അയ്യപ്പന് കെട്ടിയ അമ്പലത്തിലൊരു കാവ്യ ഉണ്ടായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഇതേപോലുള്ള കാവ്യ അലങ്കാരമാണ് വന്നിരുന്നെങ്കിൽ, DYFI തൊട്ട് സർവ്വ സംഘങ്ങളും അവിടെ കിടന്ന് കാളികൂളി വിളയാട്ടം നടത്തുമായിരുന്നതിന്റെ ഉള്ളില്. നമുക്കറിയാലോ, ഒരു മുതപ്പിലാക്കാട് ക്ഷേത്രത്തിന്റെ മുന്നില് ഓപ്പറേഷൻ സിന്ദൂർ ക്ഷേത്രത്തിനകത്തല്ല എന്നെ അത്തപ്പൂക്കളത്തിൽ ഇട്ടപ്പോൾ പോലും ഇവിടെ ഉണ്ടാക്കിയ പുകില് നമ്മൾ മറന്നിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലും മറ്റു പല ജില്ലകളിലും ക്ഷേത്രങ്ങളിൽ ഒരു കാവ്യ അലങ്കാരം കണ്ടാൽ വെറുളിയെടുത്ത് പായുന്നവരുണ്ട്. കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റിനും തൊട്ട് പിന്നാലെ കൊടിയും കൊണ്ട് അവിടെ കൊണ്ട് കെട്ടുന്ന ദുരവസ്ഥയുണ്ട്. പക്ഷെ വാവർക്ക് ഈ പച്ചപ്പള്ളി സമർപ്പിക്കുമ്പോൾ അവർക്ക് ആർക്കും ഒരു ആക്ഷേപമില്ല. ഈ പച്ചപ്പള്ളിയിൽ നിർത്തുന്നില്ല, പച്ച ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് പച്ച പെയിന്റ് ഇതാക്കി അവിടെ നിർത്തുന്നില്ല. ഇപ്പം വാങ്ങു വിളിക്കുന്നു. ഭഗവാന്മാരെ തിരുസന്നിധിയിൽ തിരുമുറ്റത്ത് വെച്ച് നടക്കുന്ന കാര്യങ്ങളിൽ അവിടെ നിന്ന് വാങ്ങു വിളിക്കുക. ഹിന്ദു ആണോ വാങ്ങു വിളിക്കേണ്ടത്? ഹിന്ദു വാങ്ങു വിളിക്കുന്നത് മുസ്ലിം അംഗീകരിക്കുമോ? സുന്നത്ത് നടക്കാത്ത അല്ലെങ്കിൽ അവരുടേതായ ഇസ്ലാമിൽ ചേരാത്ത ഒരാള് ബാങ്ക് വിളിക്കുന്നത് മുസ്ലിം ഇത് മുസ്ലിമിനെയും അപമാനിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഒരു ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിന്നുകൊണ്ട് ഒരു ഹിന്ദു ബാങ്ക് വിളിക്കുന്നതിന് അവരെത്രത്തോളം അംഗീകരിക്കും? അവിടെ ചെവിയിൽ കയ്യും വെച്ചുകൊണ്ട് വാവരുടെ വേഷം കെട്ടി ഒരു കോമാളി എന്ന് തന്നെ പറയട്ടെ, അത് കോമാളിയാക്കിയിട്ട് അവിടെ നിന്ന് ബാങ്ക് വിളിക്കുന്നു. അതിനുശേഷം അവിടെ വെച്ച് നിസ്കരിക്കുന്നു. ഇതെന്താ നാടകം? അയ്യപ്പൻ വിളക്ക് എന്നാ നാടകമായിട്ട് മാറിയത്? അങ്ങനെയാണെങ്കിൽ സ്റ്റേജിമേലല്ലേ നടത്തേണ്ടത്? എന്തിനാണ് അത് തിരുമുറ്റത്ത് കൊണ്ടുവച്ച് നടക്കുന്നത്? അതിന്റെ ഒരു ആധ്യാത്മിക പരിവേഷം കൊടുക്കുന്നത്? വാമൊരു പള്ളി എന്ന് എഴുതി വെച്ചത് അതിനകത്ത് വിളക്ക് എത്തിച്ചു വെച്ചാൽ നാളെ ഇനി അതിന്റെ പേര് മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കിയാൽ അതിന് ഹിന്ദുക്കൾ ഉത്തരം പറയേണ്ടി വരില്ലേ? കാരണം ഈ പള്ളി എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ എന്താ വിളക്ക് എത്തിച്ചു വെക്കണൊക്കെ ചേരമാൻ പെരുമാൾ പള്ളിയിൽ ഉണ്ടെന്നുള്ളതൊന്നും അവർ ഒരു പക്ഷെ അംഗീകരിക്കില്ല. കാരണം നിലവിളക്ക് കണ്ടാൽ ഓടി അകലുന്ന മുസ്ലിം ലീഗുകാരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. മന്ത്രിസ്ഥാനത്ത് നിൽക്കുമ്പോൾ പോലും ഒരു തിരിയിൽ കത്തിക്കാൻ മടിച്ച് ഒരു പക്ഷേ അവർക്ക് വലിയ കെട്ടിടങ്ങൾ കത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, അതിലും ബുദ്ധിമുട്ടാണ് തിരി കത്തിക്കാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വാവര് പള്ളി എന്ന് എഴുതി പച്ച കൊട്ടാരം മറ്റേ താജ്മഹൽ കെട്ടിവെച്ചിട്ട് അതിനകത്ത് നിലവിളക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇതിന് നാളെ അവരംഗീകരിക്കുമോ? അപ്പൊ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കോപ്പ? ഇത് അവസാനിപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അത് ഹൈന്ദവ സമൂഹം അതിനുള്ള ജാഗ്രത കാണിക്കണം, അതിനുള്ള ഇച്ഛാശക്തി കാണിക്കണം. മുമ്പുണ്ടായിരുന്ന ആ ഒരു തലത്തിലേക്കെങ്കിലും അതിനെ അടിയന്തരമായി മാറ്റിക്കൊണ്ടുവരണം. ഈ പച്ചപ്പള്ളി കെട്ടണതും വാങ്ക് വിളിക്കുന്നതും നിസ്കരിക്കുന്നതും അത്രയും കാര്യങ്ങൾ അടിയന്തരമായി നിർത്തണം. അത് നടത്തുന്ന വിളക്ക് സംഘങ്ങളെ നിഷ്കരണം തന്നെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അതിന് ഒരു പറയപ്പെടാത്തൊരു വിളക്ക് അത് ഉണ്ടാക്കി തന്നെ പറ്റണം. ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു വിളക്ക് സംഘത്തെ മേലിൽ ഒരു പരിപാടിക്കും വിളിക്കരുത്. അവരിത് ഒഴിവാക്കുമെന്ന് പറഞ്ഞല്ലാതെ മേലിൽ അയ്യപ്പൻ വിളക്കിന് വിളിക്കരുത്. അങ്ങനെ വിളിച്ചേ പറ്റൂ എന്നുള്ള സംഘാടകർ അവർ സ്വയം നടത്തട്ടെ. ഇത് ക്ഷേത്രത്തിന്റെ ഭക്തിയുമായി ബന്ധപ്പെട്ട ആളുകൾ സഹകരിക്കാതെ അവർ നടത്തട്ടെ. ഇതല്ലാതെ ചെയ്യും എന്ന് ഉറപ്പുള്ള വിളക്ക് സംഘങ്ങളെ അവർക്ക് വേണ്ടി വേദികൾ കൊടുക്കാൻ, അവർക്ക് അയ്യപ്പൻ വിളക്കുകൾ കൊടുക്കാൻ കൂടുതൽ ശ്രമിക്കുക. അങ്ങനെ ഇപ്പൊ ഇത് നമുക്ക് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് എന്ന് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുള്ളൂ. രണ്ടു തരത്തിൽ ഇത് ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്ന് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അത്തരത്തിൽ ഈ വേഷം കെട്ടുകളും ഈ എന്താ പറയേണ്ടത് കോപ്രായങ്ങളും കാട്ടിക്കൂട്ടാത്ത വിളക്ക് സംഘങ്ങൾ, ഭക്തിയോടുകൂടി അത് നടത്തുന്ന വിളക്ക് സംഘങ്ങൾ. വേറൊരുത്തിൽ കണ്ടു കബീരയുടെ കല്യാണ രാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭജനയ്ക്ക് പാട്ട് പാടുന്നു. ഇത് എവിടേക്കാണ് നമ്മൾ പോണത്? ഇതിനൊരു അന്തം വേണ്ടേ? നമുക്ക് പോകാം, ഒരു പട്ടത്തിന് എത്ര വരെയും പോകാം. ടീച്ചർ, അതുമാത്രമല്ല, ഈ അടുത്ത കാലത്ത് കണ്ണൂരിൽ ഒരു ക്ഷേത്രത്തിനകത്ത് അടുത്തിടെ ദഫ്മുട്ട് കളി നടക്കുകയാണ്. ഒപ്പന മത്സരം ക്ഷേത്രത്തിനകത്ത് നടക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല, ഇത്തരം കലാരൂപങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്നൊരു ചോദ്യം, ഇത് മുസ്ലിം പള്ളിയിൽ ഒരു തിരുവാതിര മത്സരം നടത്താൻ അവർ സമ്മതിക്കുമെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. കാരണം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് അവരിതിൽ നിരപരാധികളാണെന്നാണ് ഞാൻ പറയുക. കാരണം അവരീ ചോദ്യം കേൾക്കണത് എന്തിനു വേണ്ടിയാ? അവരിത് കേൾക്കേണ്ടി വന്നത് നമ്മൾ ഈ മാനാങ്കുത്ത് കാണിക്കുന്നുണ്ടല്ലേ. അവര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ ക്ഷണിക്കണത്. അത് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് അവർക്ക് എന്താ ദഫ്മുട്ടിന് വേദിയില്ലാണ്ടാണോ? ഇവിടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ദഫ്മുട്ട് നടത്താൻ ഞങ്ങൾക്കൊരു വേദി തരണം എന്നൊന്നും ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനയും ക്ഷണിച്ചിട്ടുണ്ടാവില്ല, പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ ദഫ് സംഘങ്ങൾക്ക് നിങ്ങളുടെ അമ്പലത്തിനകത്ത് വന്ന് കളിക്കണം എന്നൊരു മുസ്ലിം സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ മുസ്ലിങ്ങൾക്കിടയിൽ താമസിക്കുന്നവരാ. ഇത് അവരെ കൂടി സംശയത്തിന്റെ നിഴലിലേക്ക് മാറ്റുകയും അവരെ കൂടി ഇതിന്റെ പഴി കഴിപ്പിക്കുകയും ചെയ്യണത് മതേതരത്വം തലയ്ക്ക് പിടിച്ച ഹിന്ദുക്കളാണ്. ദഫ്മുട്ടിന് അവർക്ക് വേദികളുണ്ട്, ഒപ്പന കളിക്കാൻ അവർക്ക് വേദികളുണ്ട്. അതിന് തിരുമുറ്റത്ത് വന്ന് കളിക്കണ്ട. കളിപ്പിക്കുന്ന നമ്മളാണ് പ്രതികൾ, കളിക്കണ അവരല്ല, കളിപ്പിക്കുന്ന നമ്മളാണ് പ്രതികൾ. മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് അംഗീകരിക്കുന്നവരോട് ചോദിക്കട്ടെ, പൊതു ഗ്രൗണ്ടുകളിൽ അയ്യപ്പൻ വിളക്ക് നടത്താറുണ്ട്. അയ്യപ്പൻ വിളക്ക് വീടുകളിൽ നടത്തും, ക്ഷേത്രങ്ങളിൽ നടത്തും, പൊതു ഗ്രൗണ്ടിൽ നടത്തും. അത് എവിടെയും നടത്താൻ പറ്റില്ല, കാരണം താൽക്കാലികമായി അമ്പലം കെട്ടുകയാണ് നമ്മളവിടെ. അങ്ങനെയാണെങ്കിൽ ഒരു പള്ളിക്കകത്ത് അയ്യപ്പൻ വിളക്ക് നടത്താൻ സമ്മതിക്കും? അപ്പൊ മമ്മിയൂർ ക്ഷേത്രത്തിനകത്ത് നമ്മൾ പള്ളി കെട്ടുമ്പോൾ പള്ളിക്കകത്ത് അയ്യപ്പൻ വിളക്ക് നടത്താൻ സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോ അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മളെ ഇത് നയിച്ചത്. കാരണം പൊതു സ്ഥലത്ത് പോലും നടത്തുന്ന ഒരു സംഗതി അതവിടെ നടത്താൻ പറ്റും. കാരണം അവിടെ ഒരു ശരണം വിളിയോ ഒരു ശാസ്താംപാട്ടോ ഒരു ഉടുക്കുകോട്ടോ അത് അവർ അംഗീകരിക്കില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ ഇത്തരത്തിൽ സമാജങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന വിധത്തിൽ ഈ മതേതരത്വ ചപ്പടാച്ചിയുമായിട്ട് മുന്നോട്ട് പോകണം? ഇത് ഞാൻ പറഞ്ഞ ഇതിന് നമ്മൾ അനന്തമായി നീളരുത്. അടുത്ത മണ്ഡലകാലമാകുമ്പോഴെങ്കിലും ഇതുപോലൊരു വിളക്ക് എവിടെയും നടക്കരുത്.
നമ്മളത് ഗൗരവമായി തന്നെ ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനം ടി വിക്ക് അത്തരം കാര്യത്തിന് മുൻകൈ എടുക്കണം. അത്തരം ഒരു വിളക്ക് ഇനി എവിടെയും ഇതേപോലെ ഈ പച്ചപ്പള്ളിയും ബാങ്കും നിസ്കാരവും അത് അടിയന്തരമായിട്ട് ബാങ്കും നിസ്കാരവും ഒരു ക്ഷേത്ര സന്നിധിയിലും അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായിട്ട് ബാങ്കും നിസ്കാരവും നടക്കരുത്. മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ അത് ഒരു പക്ഷേ അമ്പലത്തിന്റെ താഴികക്കുടവും ഈ വാവർക്ക എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നതിന്റെ താഴികക്കുടവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനപ്പുറം മറ്റൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. ഇത് അവിടുന്ന് വിട്ടിട്ട് ഈ തരത്തിലേക്ക് ഒരു പള്ളി തന്നെ അവിടെ ഉണ്ടാക്കി നാളെ അത് അവിടെ ശാശ്വതമാക്കുവോ? പിന്നെ വഖഫ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടി കൂടേണ്ടി വരുമോ നാളെ? കാരണം ഇങ്ങനെ കിട്ടുന്ന ചിലത് ഇവിടെ തന്നാൽ ഇങ്ങനെ ഒന്നും ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല എന്നുകൊണ്ട് അവിടെ ശാശ്വതമായി ഇപ്പൊ നമ്മള് മറ്റേ ഉപദേവതകളെ പ്രതിഷ്ഠിക്കുന്ന പോലെ നമ്മൾ ഇത്തരത്തിൽ പ്രതിഷ്ഠിക്കേണ്ട ഒരു ദുസ്ഥിതിയിലേക്ക് നമ്മൾ പോവില്ലേ? അതും പറയാൻ ഈ മതേതരക്കാർക്ക് മടിയുണ്ടാകുമോ? അതുകൊണ്ട് ഇത് അടിയന്തരമായി അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അതിന് മറ്റൊരു തരത്തിലുമുള്ള ഒരളവ് അല്ലെങ്കിൽ ന്യായാന്യായ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ഇന്ന കാര്യങ്ങൾക്ക് ഇന്നത് എന്നുണ്ട്. പാൽപ്പായസത്തിൽ ഉപ്പിടാറില്ല നമ്മൾ. പിന്നെ സൗഹൃദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടി ദ്രവ്യത്തിൽ ഒക്കെ ഒന്നാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടോ പാൽപ്പായസത്തിൽ ഉപ്പിടാറില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അതുപോലെ മതേതരത്വത്തെ പിരിയാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീമതി ശശികല ടീച്ചർ. ഈ വളരെ ഗൗരവമുള്ള വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് വ്യക്തമാക്കിയതിന് ഹൈന്ദവ സംഘടനകൾ ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. അതായത് അയ്യപ്പൻ വിളക്കിന്റെ പേരിൽ ക്ഷേത്രങ്ങൾക്കകത്ത് വാങ്കുവിളിയും നിസ്കാരവും നടത്തുന്നത് അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് തന്നെ തടയണം എന്നതാണ് ഐക്യവേദിയുടെ നിലപാട്. ആ കാര്യമാണ് ശശികല ടീച്ചർ ഇവിടെ വിശദീകരിക്കുന്നത്. തിരുക്ഷേത്രങ്ങളുടെ സന്നിധിയിൽ ഇത്തരത്തിൽ വാങ്കുവിളിക്കുന്നതും നിസ്കരിക്കുന്നതുമൊക്കെ അടിയന്തരമായി തന്നെ തടയണം. അത് ആചാര ലംഘനത്തിന്റെ ഭാഗമാണ്. മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന ചില ഹിന്ദുക്കൾ തന്നെയാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത് എന്ന വിമർശനം ഉയരുന്നുണ്ട്. സാനു കെ സജീവ് തുടരുകയാണ്. സാനു, ഈ വാവരു പള്ളിയുടെ ഒരു താൽക്കാലികമായ രൂപം അവിടെ നിർമ്മിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയം അവിടെ വാങ്ക് വിളിക്കുകയാണ്. ഈ വാങ്ക് വിളിയിൽ തന്നെ നമുക്കറിയാം, വാങ്ക് വിളിയിൽ പറയുന്നത് തന്നെ അള്ളാഹു ആണ് ഏറ്റവും മികച്ച ദൈവം, മറ്റ് ദൈവങ്ങളില്ല എന്ന അർത്ഥത്തിലാണ് അതിൻ്റെ പല അറബി അർത്ഥങ്ങളും പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ക്ഷേത്ര പരിസരത്ത് ഇത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? ആരാണ് ഇതിനൊക്കെ അനുമതി നൽകുന്നത്? സാനു, ഗൗതം, ഇത് ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന ആ താൽക്കാലിക സംവിധാനത്തിന്റെ അതിന് നൽകിയിട്ടുള്ള അലങ്കാരത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടി വരും. സാധാരണ നിലയിൽ അവിടെ ചെറിയൊരു രീതിയിൽ ഈ വാഴപ്പോളകൾ കൊണ്ട് ഈ വാവര് നട അല്ലെ വാവരിന്റെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്ന രീതിയായിരുന്നു മുമ്പ് അവലംബിച്ചിരുന്നത്. ഇത്തവണ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് വലിയ രീതിയിൽ, അതായത് അങ്ങോട്ട് കടന്നു വരുന്ന അവിടെ തന്നെ ഏറ്റവും വലിപ്പത്തിൽ അവിടെ വാവർക്കൊരു നട ഉണ്ടാക്കുന്നു, താൽക്കാലികമായിട്ട് ഉണ്ടാക്കുകയാണ്. അതിൽ പച്ച നിറത്തിലുള്ള തുണികളടക്കം വിരിച്ചുകൊണ്ട് അതിനെ മനോഹരമാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തി. അതിനൊപ്പം തന്നെ അതിന് തൊട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും, അതിന് തൊട്ട് പിന്നിലായിട്ട് ദേവിയുടെയും. ഒരു നിമിഷം തുടരുമോ? ഇപ്പോൾ VHPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ശ്രീ വിജി തമ്പി, ഈ മമ്മിയൂരിലെ ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണല്ലോ മമ്മിയൂർ ക്ഷേത്രം വരുന്നത്. അവിടെയാണ് ഈ അയ്യപ്പ വിളക്കിന്റെ പേരിൽ ഇപ്പോൾ ആ ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ വാവരുടെ പേരിൽ ഒരു പള്ളിയുടെ അതേ രീതിയിലുള്ളൊരു നിർമ്മിതി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ക്ഷേത്രത്തിനകത്ത് വാങ്കുവിളി, നിസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ നടക്കുകയാണ്. വടക്കൻ കേരളത്തിലാണിത് വളരെ കൂടുതലായി കണ്ടുവരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഗുരുവായൂർ പോലെ ഹിന്ദുക്കളുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ളൊരു പ്രദേശം ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടുള്ള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് VHP ഈ വളരെ ഗൗരവമുള്ള വിഷയത്തെ നോക്കിക്കാണുന്നത്? സ്വാമി ശരണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മമ്മിയൂർ എന്ന ക്ഷേത്രം, ആ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് പോലും ആധാരമായിട്ടുള്ളത്. മഹിമയൂരാണ്. അത് പറഞ്ഞു പിന്നെ അത് മമ്മിയൂരായി മാറിയതാണ്. അതായത് ഭഗവാൻ രുദ്ര തീർത്ഥം എന്ന് പറയുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. അവിടുന്ന് സ്ഥലം മാറിക്കൊടുത്തിട്ടാണ് ഗുരുവായൂർ അവിടെ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടാണ് ഗുരുവായൂർ പോകുന്നവർ മമ്മിയൂരിലും കൂടെ തൊഴുതാൽ മാത്രമേ ആ ദർശനം പൂർണ്ണമാവുകയുള്ളൂ. അത്രയും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് മമ്മിയൂർ. ആ ക്ഷേത്രം നിന്ന് ഹൈന്ദവ ക്ഷേത്രമാണ്. അവിടെ ഏറ്റവും ശക്തനായ ഉമാമഹേശ്വര സങ്കല്പത്തിലിരിക്കുന്ന ശിവസങ്കല്പമാണ് അവിടെ ഉള്ളത്. മറ്റെല്ലാ ഒരുപാട് പ്രതിഷ്ഠകളും, വലിയൊരു നാഗർകാവുണ്ട്. അതുപോലെ എല്ലാ പ്രതിഷ്ഠകളുമുള്ള ഒരു അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ ഒരു വാവരെന്ന് പറഞ്ഞൊരു സങ്കല്പം ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്തൊരു സങ്കല്പം, അയ്യപ്പനുമായിട്ടോ ധർമ്മശാസ്ത്രവുമായിട്ടോ കുലബന്ധം പോലും ഇല്ലാത്തൊരു സങ്കല്പം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത് അതിനെ വീണ്ടും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. കാര്യം ഇത് ഹിന്ദുക്കളെ അവഹേളിക്കുന്നതാണ്. അവിടുത്തെ ദേവതാ സങ്കല്പത്തെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, വടക്കൻ മലബാറിൽ പല സ്ഥലത്തും
മനഃപൂർവ്വം CPM-കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഈ പല ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട്. ഈ ഇടയ്ക്ക് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ദഫുമുട്ട് ഉൾപ്പെടെയുള്ള കളികൾ വീഡിയോ കാണാനിടയായി. അപ്പൊ ഇതിനെതിരെ ഭക്തജനങ്ങൾ പ്രതികരിക്കണം. ഇതിനെ അനുവദിക്കരുത്. ഭക്തജനങ്ങൾ അനുവദിക്കാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? അതുമല്ല, ഒരു ഇസ്ലാമിന് ഒരു ക്ഷേത്രത്തിൽ കയറാൻ എന്ത് അധികാരം? അവർക്ക് ആ ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനം. ആ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ കയറി ഇങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ പോക്രിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിനെ ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഇതിന് നഖശിഖാന്ത എതിർത്ത് തന്നെ വേണം. ഇപ്പൊ തന്നെ എത്രയോ കാലമായിട്ട് തിരുമേനിയിൽ വാവൂരുപള്ളി എന്ന് പറയുന്നത് വാവൂരുപള്ളി അല്ല, അത് നൈനാർ മസ്ജിദാണ്. രേഖകളിലെല്ലാം നൈനാർ മസ്ജിദാണ്. ഹിന്ദുക്കളുടെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഈ മണ്ഡലകാല സമയത്തോടെ ഒരു വാവരെ എഴുന്നള്ളിക്കുന്നത്. എന്നിട്ട് പാവപ്പെട്ട ഹിന്ദുക്കൾ, അത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, ഈ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരില്ലല്ലോ, അവർ വന്ന് വാവര് വഴി കയറി പൈസ അവിടെ ഇടുകയാണ്. പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശപരമാണ്. അതുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും ഒരു ട്രസ്റ്റും ചേർന്നിട്ട് അവിടെ ഒരു വാവൂരസ്വാമി, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ധർമ്മശാസ്താവിന്റെ സേവകനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന വാവൂരനാണ്. ആ വാവൂരന് എരുമേലിയിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. കാലാന്തരത്തിൽ അത് നശിക്കപ്പെട്ടതാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 40ഓളം ജ്യോതിഷിമാർ ഒന്നിരുന്ന് ദേവപ്രശ്നം നടത്തി തെളിവാണ്. അതേ സ്ഥലത്ത് തന്നെ വാവൂര ക്ഷേത്രം ഉയരണമെന്ന്. അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ CPM ഭരിച്ചുകൊണ്ടിരുന്ന, ഇപ്പൊ CPM മാറി, എരുമേലി പഞ്ചായത്ത് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതിപ്പോ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുകയാണ്. ഹൈക്കോടതി ആ കേസ് ഫയലിൽ സ്വീകരിച്ച് എരുമേലി പഞ്ചായത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇത് വ്യാപകമായ രീതിയിൽ ഈ തെറ്റിദ്ധാരണ അയ്യപ്പ ഭക്തരിലും ഹൈന്ദവ സമൂഹത്തിലും ആൾക്കാരിടയിലും പരത്താൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമമാണ് ഈ പറഞ്ഞ ജിഹാദികളുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മമ്മിയൂര് പോലുള്ള ക്ഷേത്രത്തിൽ ഇങ്ങനൊരു കാര്യം നടക്കുന്നത്. വടക്കൻ മലബാറിൽ പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ട് ഇതിനെ ശക്തമായി എതിർക്കണം. കാര്യം വാവരെന്നൊന്നൊരു സങ്കല്പമില്ല. ആ സങ്കല്പം തെറ്റാണ്. കാര്യം അത് പല പ്രാവശ്യം ശബരിമലയിൽ ദേവപ്രശ്നം വെച്ചപ്പോൾ വ്യക്തമായി തെളിഞ്ഞതാണ്. അവിടെ വാവൂരസ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യണം. ആ ക്ഷേത്രം പുനഃപ്രതിഷ്ഠിക്കണം. ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന വിഗ്രഹം അവിടെ മൂടിയ ഭസ്മകുളത്തിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് പുനഃപ്രതിഷ്ഠിക്കണമെന്ന് പല ഒരു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞാണ്. പക്ഷേ ഈ പറഞ്ഞ ഇടത് വലത് സർക്കാരുകൾ ഭരിക്കുമ്പോൾ അവർ ആ ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിക്കാൻ തയ്യാറായിട്ടില്ല. അവിടെ ഒരു വാവരെന്ന് പറഞ്ഞ ഒരാൾ വന്നിരിപ്പുണ്ടല്ലോ, വാവരുടെ പിൻഗാമി എന്ന് പറഞ്ഞ്, അയാൾ ഒരിക്കലെങ്കിലും അയ്യപ്പ സ്വാമിയെ ദർശനത്തിനായി 18-ാം പടി ചവിട്ടി മോളി വന്നിട്ടുണ്ടോ? അവിടെ വരുന്ന അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്ന് പൈസ പിടുങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയല്ലേ അവിടെ വന്ന ആളിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് അനുവദിക്കാൻ പാടില്ല. ഇതിപ്പോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ മാത്രം വിചാരിച്ച പോരാ. ഇത് ഹൈന്ദവ സമാജം ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിനെ എതിർക്കണം. മമ്മിയൂർ ക്ഷേത്രത്തിൽ അങ്ങനെ സംഭവം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അടിച്ചു പുറത്താക്കി അവിടെ ശുദ്ധികലശം ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ക്ഷേത്രത്തിന്റെ വിശുദ്ധി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലും ഇത് ചെയ്യണം. ഇത് നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് ഇതിന് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ജനൻ TV ഈ വിഷയം പറഞ്ഞപ്പോൾ ഇത് പ്രതികരിച്ചിരിക്കുന്നു. ആ ഗുരുവായൂരിൽ ഞാൻ VSPയുടെ ഗുരുവായൂർ പ്രവർത്തകരെ ഞാൻ വിളിച്ച് പറയാം, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ വളരെ നന്ദി വിജി തമ്പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ഹിന്ദു ഐക്യവേദിയും VHPയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണുകയാണ്. ഇത് ഗുരുവായൂരിലെ മമ്മിയൂരിലെ ക്ഷേത്രത്തിൽ മാത്രം ഇന്നോ ഇന്നലെയോ സംഭവിച്ചതല്ല. വടക്കൻ മലബാറിൽ പല ക്ഷേത്ര സന്നിധിയിലും ഈ രീതിയിൽ പള്ളിയുടെ ആകൃതിയിലുള്ള നിർമ്മിതികൾ ഉണ്ടാകുന്നുവെന്ന് മാത്രമല്ല, ക്ഷേത്ര തിരുസന്നിധിയിൽ വാങ്ക് വിളിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുകയാണ്. അത് ആചാര ലംഘനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയരുന്നത്. ഹൈന്ദവ സംഘടനകളായിട്ടുള്ള VHPയും ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെടുന്നത് ഒരു കാരണവശാലും ക്ഷേത്രത്തിനകത്ത് വാങ്കുവിളി അനുവദിക്കില്ല എന്നുള്ളതാണ്. KP ശശികല ടീച്ചറും വിജി തമ്പിയുമാണ് ഈ വിഷയത്തിൽ ജനം TVയോട് പ്രതികരിച്ചത്. ഒരു ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകളിലേക്ക് പോകാം.